പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത ഡ്യൂറന്റി കപ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ISL ആരാധകരെല്ലാം ഡ്യൂറന്റി കപ്പിനായി കാത്തിരിക്കുകയാണ്. സോണി സ്പോർട്സ് നെറ്റ്വർക്കിലായിരിക്കും ഡ്യൂറന്റി കപ്പിന്റെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായേക്കുക. വരുന്ന ജൂലൈ 26-നാണ് ഡ്യൂറന്റി കപ്പ് ആരംഭിക്കുന്നത്. മാത്രമല്ല ഓഗസ്റ്റ് 30-ന് ഡ്യൂറന്റി കപ്പ് അവസാനിക്കുകയും ചെയ്യും. ഡ്യൂറന്റി കപ്പിന്റെ ടെലികാസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളത് പല ഫാൻസിന്റെയും സംശയമായിരുന്നു. അതായത് സോണി സ്പോർട്സ് നെറ്റ്വർക്ക് ടെലികാസ്റ്റ് ഏറ്റെടുത്തത് കൊണ്ട് തന്നെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. 24 ടീമുകളാണ് മൊത്തത്തിൽ ഡ്യൂറന്റി കപ്പ് കളിക്കുന്നത്. അതിൽ 6 ഗ്രൂപ്പുകളിലായി ഡിവൈഡ് ചെയ്തിട്ടുമുണ്ട്. ഒരു ഗ്രൂപ്പിൽ 4 ടീമുകളായിരിക്കും ഉണ്ടായേക്കുക. കൊൽക്കത്ത, ജംഷഡ്പൂർ, കൊക്രാജ്ഹർ, ഷിലോങ്, ഇംഫാൽ എന്നിവിടങ്ങളിലായിരിക്കും ഡ്യൂറന്റി കപ്പ് മത്സരങ്ങൾ നടക്കുക. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ടീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരങ്ങളെല്ലാം ഉടനെ തന്നെ ആരംഭിക്കും. വരുന്ന സീസണിലേക്ക് വേണ്ടി നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. നമുക്കറിയാം മറ്റ് ISL ടീമുകളൊന്നും ഇത്ര നേരത്തെ ട്രെയിനിംഗ് ഒന്നും ആരംഭിക്കുകയൊന്നുമില്ല. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ വളരെ നേരത്തെ തന്നെ ട്രെയിനിംഗ് ഒക്കെ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള മിഗൽ സെഹ്റയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ടീമും ഉടനെ തന്നെ കൊച്ചിയിലെത്തിയേക്കും. എല്ലാവരുടെയും വിസ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ജൂലൈ ആദ്യ ആഴ്ച പ്രീ സീസൺ മത്സരങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പെല്ലാം ആക്റ്റീവ് ആകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല അടുത്ത സീസണിലേക്ക് വേണ്ടി നേരത്തെ തന്നെ പ്രീ സീസൺ ആരംഭിക്കുന്ന ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം അവരുടെ പുതിയ വിദേശ സൈനിങ്ങിന് വേണ്ടിയൊക്കെയാണ് കാത്തിരിക്കുന്നത്. ജൂൺ അവസാനമാകുമ്പോഴേക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപനങ്ങളൊക്കെ വന്നു തുടങ്ങിയിരിക്കുമെന്ന വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.